ലച്ചുവിൻ്റെ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടിയിട്ടേ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങണമായിരുന്നു. അങ്ങനെതാ നമ്മൾ നമ്മുടെ വലിയ വിളയിലുള്ള RJ മെറ്റൽസിലെത്തിയതാണേ. അവിടെ ആകുമ്പം ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് മാത്രമല്ല, ഗിഫ്റ്റ് ഐറ്റംസ് അല്ല, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാം കൂടി ഉള്ളൊരു കടയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ അടിപൊളിയായിട്ട് പുൽക്കൂടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ണിയേശുവൊക്കെ പുൽക്കൂടിനകത്ത് ഇങ്ങനെ കിടക്കണു. അതാണ്ട് കളിപ്പാട്ടങ്ങൾ, അങ്ങനെ ഒത്തിരി ഐറ്റംസൊക്കെ ഉള്ളൊരു കടയാണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണേ. സ്കൂളിൽ വലിയൊരു സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നമ്മുടെ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ അവിടെ ചെന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തതാ അവളിങ്ങനെ നടന്നൊക്കെ വരികയാണേ. അവൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. ആ പള്ളിയിലാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിറയെ സ്റ്റാറൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ സ്കൂളിലെത്തി, സ്കൂളിലോട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് അവൾ. ഭയങ്കര വലിയ ലുക്കിലൊക്കെയാണ് പോകുന്നതാണ് പുള്ളിക്കാരിയുടെ വിചാരം. ഇത് നമ്മുടെ ബസ്സിലെ ഡ്രൈവർ അങ്കിളാണേ. പിന്നെ അവളെ പിടിച്ചിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് അവൾ അകത്തേക്ക് കയറുകയാണേ. സ്കൂളിലാണെങ്കിൽ പക്ഷേ ഫോൺ അലൗഡ് അല്ല അകത്ത്. പിന്നെ നമ്മൾ നൈസായിട്ടൊരു വീഡിയോ എടുത്തു. ഇവരുടെ സ്കൂളിലാണെങ്കിലേ ഒരു മാതാവുണ്ട് നടുക്ക്. നല്ല ഭംഗിയാണ് കാണാൻ. ഭംഗി എന്നല്ല, നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ്നെസ് ആണേ. പിന്നെ പിള്ളേരൊക്കെ പറയും ഇവർ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ ഈ മാതാവിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോകുന്നതെന്നാണ് കുട്ടികൾ പറയുന്നത്. അവരുടെ ക്ലാസ് അങ്ങേ അറ്റമാണ്. അവിടേക്ക് ഇങ്ങനെ പോവുകയാണ് അവൾ. അകത്തേക്ക് പോകുമ്പോൾ തിരിഞ്ഞ് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അമ്മക്ക് വീഡിയോ കൃത്യമായിട്ട് എടുക്കുന്നുണ്ടോ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലേ, അത് നമുക്കാണെങ്കിലും അങ്ങനെ തന്നെ ആണല്ലോ. ഒരു പ്രോഗ്രാമുള്ള ദിവസമുള്ള ഒരു പ്രത്യേക എനർജി ആയിരിക്കുമല്ലോ. ബാക്കിയുള്ള ദിവസത്തേക്കാളിലും രാവിലെ എഴുന്നേൽക്കാനും സ്കൂളിലേക്ക് പോകാനും ഒക്കെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവുമല്ലോ. കുട്ടികൾ ഇവിടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുകയാണേ. അടിപൊളിയായിട്ട് ഓരോ ക്ലാസ്സുകാരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ അറേഞ്ചൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ അടിപൊളി ഒരു ക്രിസ്മസ് ആഘോഷമായി.